ദൈവത്തിന് മഹത്വം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സഭയിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നാം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ കൃപാവരങ്ങളെ കുറിച്ച് ഒക്കെ സവിസ്തരം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 29 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് സഭയിൽ എങ്ങനെയാണ് വിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവചനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ വിശദീകരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12:28 വാക്യത്തിൽ ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു എന്ന് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ എഫെസ്യ ലേഖനം 4:11 വാക്യത്തിലും അതുപോലെ എഫെസ്യ ലേഖനം 2:20 വാക്യത്തിലും ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എഫെസ്യ ലേഖനം 2:20 വാക്യത്തിൽ അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്രകാരം സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷാ ഗണങ്ങളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും ഒക്കെ വ്യക്തമായി ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദിമ സഭയിൽ പ്രവാചകന്മാർക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വരികയും അവരിൽ ഒരുവനായ അഗബോസ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിക്കുകയും അത് ക്ലൗത്തോസിന്റെ കാലത്ത് സംഭവിക്കുകയും ചെയ്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികള് 11-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗബോസ് തുടർന്ന് യഹൂദയിൽ നിന്ന് കൈസരിയിലേക്ക് വരികയും പൗലോസിന് യെരുശലേമിൽ ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച് പ്രവചിക്കുകയും ചെയ്തതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഈ 2 സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന വാക്കുകൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ്. പുതിയ നിയമ ആരാധനകളിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ എപ്രകാരമാണ് സംസാരിക്കേണ്ടത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 14:29 വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13 അന്ത്യോക്യ സഭയിൽ 5 പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവാണ് അവരെ ആ സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തീമോത്തിയോസിനോടുള്ള ബന്ധത്തിലും ആ പ്രവചനത്താൽ ശുശ്രൂഷയ്ക്കുള്ള ആഹ്വാനം ഉണ്ടായതായിട്ടാണ് 1 തീമോത്തിയോസിന്റെ ലേഖനം 1:18 4:14 മറ്റുമായിട്ട് അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ സഭയിൽ ആ സഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് ആണ്. ശുശ്രൂഷാ ഗണങ്ങളെ ആ ദൈവം ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ അഗബാസിന്റെ കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മഹാക്ഷാമത്തെ കുറിച്ചും മറ്റുമൊക്കെ ആയിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഇന്നും ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചാകട്ടെ,
അതേപോലെയുള്ള സംഭവങ്ങളെ കുറിച്ചാകട്ടെ, ഇതൊക്കെ ദൈവം നിശ്ചയമായിട്ടും തന്റെ ദാസന്മാർക്ക് ദൈവം മറച്ചു വെക്കുന്ന ദൈവമല്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പൂർണ്ണമായി ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവ് പറയുന്നത് പോലെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു തലമുറ പലപ്പോഴും ഇന്ന് വിരളമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പ്രവചനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ പേരിൽ നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചതുപോലെ ശത്രു പലപ്പോഴും മുതലെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്നത്തെ പ്രവചനങ്ങൾ ഭൂരിഭാഗവും ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചുള്ളതായ, ധനസമ്പാദനത്തെ കുറിച്ചുള്ള, അഭിവൃദ്ധികളെ കുറിച്ചുള്ള പ്രവചനങ്ങളായിട്ടത് മാറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും നിന്റെ പേഴ്സ് നിറയ്ക്കാം, ബാങ്ക് നിറയ്ക്കാം തുടങ്ങിയ നിലകളിലാണ് പല പ്രവചനങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് ഗുണീകരണം വരുത്തുന്നതോ പാപബോധം വരുത്തുന്നതോ അല്ലെങ്കിൽ ലോകത്തെ സംഭവവികാസങ്ങളെ കുറിച്ചോ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചെടുക്കുന്ന അനുഭവങ്ങൾ ഇന്ന് വിരളമായി മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, അന്നും ഇന്നും ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടു പോകുന്ന തന്റെ ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങള് ഇതെല്ലാം ദൈവം തന്റെ ദാസന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന തന്റെ ദൈവ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ അവിടുന്ന് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതെ, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ഇന്ന് ചിന്തിച്ചത് സഭയോടുള്ള ബന്ധത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ തുടർന്നും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ, ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ, ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്യ